തീപാറും പോരാട്ടമാണ് രണ്ട് അബ്ദുറഹ്മാൻമാർ തമ്മിൽ താനൂരിൽ നടക്കുന്നത്. 6 പതിറ്റാണ്ട് മുസ്ലിം ലീഗിനൊപ്പം നിന്ന മണ്ഡലം ഇത്തവണ ആരെ പിന്തുണയ്ക്കുമെന്ന് കാത്തിരുന്നു കാണേണ്ടതാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 9433 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് UDF സ്ഥാനാർത്ഥി അബ്ദുറഹ്മാൻ രണ്ടത്താണി വിജയിച്ചത്. വി അബ്ദുറഹ്മാൻ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായതോടെയാണ് താനൂരിലെ മത്സരം കടുത്തത്. താൻ മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസനങ്ങൾ എണ്ണിപ്പറഞ്ഞാണ് അബ്ദുറഹ്മാൻ രണ്ടത്താണിയുടെ പ്രചരണം മുന്നോട്ടു പോകുന്നത്. എന്നാൽ വികസന മുരടിപ്പാണ് മണ്ഡലത്തിലെന്ന് LDF വാദിക്കുന്നു. ഇത്തവണ മണ്ഡലം പിടിക്കുമെന്ന് LDF ഉറപ്പിച്ചു പറയുന്നു. കഴിഞ്ഞ 4 വർഷത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ഹിസ്റ്ററി എടുത്താൽ നിങ്ങൾക്ക് കഴിയും. അവസാനം നടന്ന പഞ്ചായത്ത് ഇലക്ഷനിൽ 4000 ചില്ലം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ്. അതൊക്കെ മറികടക്കാനും ഇപ്പോൾ ചേർത്ത വോട്ടുകളെ മറികടക്കാനുള്ള ശക്തി ഇവിടുത്തെ താനൂരിലെ ബഹുജനങ്ങളുണ്ട്. എന്നാൽ പണക്കൊഴുപ്പുള്ള പ്രചരണത്തിനപ്പുറം LDFിനൊന്നുമില്ലെന്ന് UDFും പറയുന്നു. ഇപ്പോൾ കുറച്ച് പ്രചരണ കോലാഹലം കൂടുന്നു, കുറച്ച് ഫ്ലെക്സ് ബോർഡുകളുടെ എണ്ണം കൂടുന്നു എന്നതിനേക്കാൾ ഉപരി അല്ലെങ്കിൽ ഏതെങ്കിലും ഒറ്റപ്പെട്ട ആളുകൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നു എന്നുള്ള പ്രചാരണത്തിനപ്പുറം മറ്റൊന്നുമില്ല. കാരണം താനൂർ നിയോജകമണ്ഡലത്തിലെ മുഴുവൻ വോട്ടർമാരും പണം വാങ്ങി വോട്ട് ചെയ്യുന്നവരാണ് എന്നുള്ള ചിന്തയൊന്നും എനിക്കില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൊന്നാനി മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയായ ET മുഹമ്മദ് ബഷീറിന് LDF സ്ഥാനാർത്ഥി വി അബ്ദുറഹ്മാനേക്കാൾ 6220 വോട്ടാണ് അധികമായി ലഭിച്ചത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും UDFന് 4000 വോട്ടിന്റെ ലീഡുണ്ട്. എന്നാൽ UDFിലെ അനൈക്യം തങ്ങൾക്ക് ഗുണകരമാകുമെന്ന് LDF പ്രതീക്ഷിക്കുന്നു. BJPക്ക് കഴിഞ്ഞ തവണ ലഭിച്ചത് 7299 വോട്ടാണ്. യുവാവായ രശ്മിനാഥിലൂടെ കൂടുതൽ വോട്ട് നേടാനാകുമെന്നാണ് NDA പ്രതീക്ഷ. വെൽഫെയർ പാർട്ടി, PDP, SDPI എന്നിവർ പിടിക്കുന്ന വോട്ടുകൾ താനൂരിൽ നിർണായകമാകും. ക്യാമറ പേഴ്സൺ ഡാറ്റസ് വേലായുധനൊപ്പം സാജിദ് അജ്മൽ, മീഡിയ 1 മലപ്പുറം.